ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയില് ഒരു എൻറ്റയർ വീക്കിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൽസ് പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഉഴുന്നു അരിയും റെഡിയാക്കുവാണ്. ഞാനൊരു 3 ഡേയ്സിലേക്കുള്ള അത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അത് സോക്ക് ചെയ്യാനായിട്ട് ഇടുവാണ്. പിന്നെ ഓരോ ദിവസവും നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതൊരു മടിയുള്ള ഒരു കാര്യമാണ് എനിക്ക്. അപ്പോൾ ഇപ്പൊ ഞാൻ 1 വീക്കിലേക്കുള്ളത് ഓൾറെഡി റെഡിയാക്കി വെക്കുന്നുള്ളതാണ്. ഇനി ഞാൻ ഈ വീക്കിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കാനായിട്ട് പോവാണ്. ഇവിടെ എന്റെ 2 മക്കൾക്കും നമ്മുടെ സാധാരണ ചോറുണ്ടല്ലോ, ചോറും കറിയും, അത് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്തെങ്കിലും ബിരിയാണി റൈസോ അല്ലെങ്കിൽ സോനാ മസൂരിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ പുലാവോ അല്ലെങ്കിൽ ചിക്കൻ ചോറോ ഒക്കെ ആയിരിക്കും ലഞ്ചിന് അധികവും ഉണ്ടാക്കുക. ഇനി ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കാനായിട്ട് പോവാണ്. ഒരു വീക്കിൽ ഞാൻ ഒരുപാട് ഉള്ളി യൂസ് ചെയ്യാറുണ്ട്. അത് ഓൾറെഡി അരിഞ്ഞു വെക്കുവാണെങ്കിൽ ഡെയിലി നമ്മൾ കരയാൻ നിൽക്കണ്ടല്ലോ. ഇനി നമുക്ക് അരിഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുറെ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് നഷ്ടപ്പെടുമല്ലോ. ആക്ച്വലി ഒരു ഹാഫ് ഡേ മതി കേട്ടോ നമുക്ക് ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തേങ്ങയാണല്ലോ. അപ്പൊ അതും കൂടെ ചിരകി വെക്കുവാണെങ്കിൽ എളുപ്പമായല്ലോ. ഇനി സാമ്പാറിന്റെ കഷ്ണങ്ങൾ റെഡിയാക്കുവാണ്. ഞാൻ ഇഡ്ലിയും സാമ്പാറും ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ സാമ്പാർ കുറച്ച് അധികം ഉണ്ടാക്കും, ലഞ്ചിനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും ഒക്കെ വേവ് കുറഞ്ഞ കഷ്ണങ്ങളാണല്ലോ, അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു ബൗളിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പം ഇവൂട്ടി വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് കുറച്ച് ഉള്ളി ബജി ഉണ്ടാക്കി തരുമോന്ന്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നോർമലി ഒരു 1 വീക്കിലേക്കുള്ള ചിക്കൻ കൂടെ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ എടുത്തു വെക്കാറുണ്ടായിരുന്നു. ഇന്ന് ചിക്കൻ വാങ്ങിയിട്ടില്ല കേട്ടോ, അപ്പൊ അത് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതേ രാവിലെ സോക്ക് ചെയ്ത് വെച്ചാൽ ഉഴുന്നു അരിയും അരയ്ക്കാനുണ്ടല്ലോ. ഇപ്പൊ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ എപ്പോഴും അരച്ചു വെക്കാറുള്ളത്. അപ്പൊ അത് അരയ്ക്കാൻ പോവാണ്. ഞാൻ ഉഴുന്ന് സോക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ച വെള്ളം യൂസ് ചെയ്തിട്ടാണ് അരിയാണെങ്കിലും ഉഴുന്നാണെങ്കിലും അരച്ചെടുക്കാറുള്ളത്. അപ്പോഴാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരിക. കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണല്ലോ നമ്മളിപ്പോൾ ഇത് അരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മാവ് എന്തായാലും പൊങ്ങി വരണം, അത് ഫെയിൽ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊരു തുണിയിൽ പൊതിഞ്ഞാണ് വെക്കാറുള്ളത്. മീൽസ് പ്ലാനിംഗ് ഒക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് ഡെയിലി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ ഒരുപാട് സമയം കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.